ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ട്രോളീസും ഹാമ്പർ ബോക്സും വെച്ചിട്ട് നിക്ക ഹാമ്പർ സെറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഐറ്റംസ് എല്ലാമാണ് നമ്മൾ ട്രോളിയിലേക്കോ ഹാമ്പർ ബോക്സിലേക്കോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ വലിയ ട്രോളിയാണ് സെറ്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രോളി ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഐറ്റംസ്, ചപ്പൽ, ടർക്കി അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ട്രോളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് ട്രോളിയാണ്. സെക്കൻഡ് ട്രോളിയിലേക്ക് നമ്മൾ ചോക്ലേറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യാണ്. ഫസ്റ്റ് പോർഷനിലേക്ക് ഇതുപോലെ ലൂസ് ചോക്ലേറ്റ്സ് എല്ലാം ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ബാർ ചോക്ലേറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത പോർഷനിൽ നമ്മൾ ബാർ ചോക്ലേറ്റ്സിൻ്റെ ബോക്സസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മിനി ട്രോളിയാണ്. മിനി ട്രോളിയിൽ അധികം ഐറ്റംസ് ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാനില്ല. കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ജ്വല്ലറി, പെർഫ്യൂംസ്, ഇതെല്ലാമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് മിനി ട്രോളിയിലും വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിനി ട്രോളിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ നട്ട്സിൻ്റെ ഹാമ്പറാണ് കേട്ടോ. ഇത് ഞാൻ ടിഷ്യൂ വെച്ചും ക്ലോത്ത്സ് വെച്ചിട്ടൊക്കെ നല്ലോണം തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നട്ട്സ്, ഡേറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒന്നും കൂടി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലേസർ കട്ട് ചെയ്ത ഫസ്റ്റ് ലെറ്റർ നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ഞാൻ ഒരു ഗോൾഡൻ ലേസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നട്ട്സ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ബോക്സിലേക്ക് നമ്മൾ പ്രയർ ഡ്രസ്സ് ഖുറാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ 4 കോർണേഴ്സിലേക്ക് നമ്മൾ ലേസർ കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുത്തു. ഈ ഹാമ്പർ ബോക്സിന് നമ്മൾ നല്ല ലക്ഷറി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസിലും ഗോൾഡൻ്റെ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ 3 ട്രോളിയും നമ്മൾ വൈറ്റ് നെറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒയാസിസിൻ്റെ ഫോം ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് തെർമോക്കോൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല പെർഫെക്ഷനോടെ നമുക്ക് ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്താൽ പറ്റും കേട്ടോ. ഇതാണ് ഒയാസിസിൻ്റെ ബ്രിക്ക്. ഇതെല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ ഗ്യാപ്പിലേക്കും ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ ഫ്ലവേഴ്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസർ കട്ട് ചെയ്ത നെയിമിൻ്റെ ലെറ്റേഴ്സ് ഞാനിവിടെ ട്രോളിൻ്റെ ഒരു സൈഡിലായിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ പിങ്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു സർപ്രൈസ് ബൊക്ക കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗിൽ നമ്മൾ ഹാൻഡ് ബാഗും കുറച്ച് ഫ്ലവേഴ്സും സെറ്റ് ചെയ്ത് ഒരു ബോ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഹാമ്പറിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ഓഫ് ദ ഹാമ്പർ. അതുപോലെ നമ്മളെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഇൻഷാ അല്ലാ ഇനിയും ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.